Use of arange of function. Arange of function എന്ന് പറയുന്ന ഫംഗ്ഷൻ numpy ലൈബ്രറിയിലെ ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അറേ ക്രിയേറ്റ് ചെയ്യാനാണ്. പക്ഷേ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ അറേക്കകത്ത് സ്റ്റോർഡ് ആകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്, അല്ലെങ്കിൽ 0 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ്, അല്ലെങ്കിൽ 248, 2468 അങ്ങനെയുള്ള നമ്പേഴ്സ്, അല്ലെങ്കിൽ 1, 3, 5, 7 അങ്ങനെയുള്ള നമ്പേഴ്സ്. അങ്ങനെ ഒരു ന്യൂമറിക് സീക്വൻസ് ആയിരിക്കും അറേ എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ സിന്റാക്സ് കാണാം. numpy ഡോട്ട് arrange ഓഫ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ്. ഈ സിന്റാക്സ് കാണുമ്പോൾ നമുക്ക് തോന്നും റേഞ്ച് ഓഫ് ഫംഗ്ഷന്റെയും ഈ സെയിം സിന്റാക്സ് തന്നെയാണ്. പക്ഷെ റേഞ്ച് ഓഫ് ഫംഗ്ഷനും arrange ഓഫ് ഫംഗ്ഷനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, റേഞ്ച് ഓഫ് ഫംഗ്ഷനിലും ന്യൂമറിക് സീക്വൻസ് തന്നെയാണ് ക്രിയേറ്റ് ആയി വരുന്നത്. പക്ഷേ അത് റിട്ടേൺ ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും. ഒരു ലിസ്റ്റ് ആയിട്ടായിരിക്കും ന്യൂമറിക് സീക്വൻസ് ക്രിയേറ്റ് ആകുന്നത്. വേറസ് arrange ഓഫ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു അറേ ആയിരിക്കും. arrange ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അറേ ആണ്. അതിനകത്ത് ഇപ്പം സിന്റാക്സിൽ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് 0 ആണ്. സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട, നിർബന്ധമായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട വാല്യൂ ആണ്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നതും ബൈ ഡിഫോൾട്ട് ആയിട്ട് 1 ആണ്. ഇപ്പം 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് 0 ആയതുകൊണ്ട്. അതുപോലെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് 1 വെച്ചിട്ടാണെങ്കിൽ അതും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ കാണാം. ഇവിടെ നമ്മൾ ARR എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. np ഡോട്ട് arrange ഓഫ് 5, അതായത് ഇവിടുത്തെ സ്റ്റോപ്പ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പം ഇവിടെ സ്റ്റാർട്ടും സ്റ്റെപ്പും കൊടുത്തിട്ടില്ല. ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 മുതൽ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ ഡിഫോൾട്ട് ആയിട്ട് 1 ആണ്. അപ്പോൾ ഇത് 0 മുതൽ 4 വരെയുള്ള വാല്യൂസ് ആയിരിക്കും പ്രിന്റ് ആവുന്നത്. അപ്പോൾ 0 മുതൽ 4 വരെയുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഒരു അറേ ആണ് ARR ഓഫ് അറേ. അതുപോലെ ഇനി ARR ഓഫ് 2 നോക്കി. ARR ഓഫ് 2 ഇസ് ഈക്വൽ ടു np ഡോട്ട് arrange ഓഫ് 2, 10, 2. ഇതിനകത്ത് സ്റ്റാർട്ട് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, സ്റ്റോപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്, സ്റ്റെപ്പ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2, 4, 6, 8, 10 ഇൻക്ലൂസീവ് അല്ല. ഇത്രയും വാല്യൂസ് ഉള്ള ഒരു അറേ ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പൈത്തൺ ഫയൽ എടുത്തു, ഐഡിൽ എടുത്തു. ഇനി ഇമ്പോർട്ട് numpy as np arr is equal to np dot arrange of 5 എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. arrange of 5 print of arr നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ 0, 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ARR2 ഈക്വൽ ടു np ഡോട്ട് arrange ഓഫ് 2, 10, 2. ഇവിടെ 2ൽ സ്റ്റാർട്ട് ചെയ്യും. 10 ഇൻക്ലൂസീവ് അല്ല, 10 വരെ, 10 ആണ് മാക്സിമം, 2. ഇനി ഇത് ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് ഓഫ് ARR2. ഇവിടെ നോക്കി 2, 4, 6, 8 അങ്ങനെ ഡിസ്പ്ലേ ചെയ്യും.